എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് റോമൻ എംപയറിലെ റൈസ് ഓഫ് റോമൻ എംപയർ എന്നുള്ള മൂന്നാമത്തെ യൂണിറ്റാണ്. റോമൻ സിവിലൈസേഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ യൂണിറ്റ് 2 നമ്മൾ പ്യൂണിക് വാർസിനെ കുറിച്ചെല്ലാം ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് റൈസ് ഓഫ് റോമൻ എംപയർ യൂണിറ്റ് 3 ആണ്. അപ്പോൾ നമുക്ക് അറിയാം, പ്യൂണിക് വാർസിന് ശേഷം എ ക്ലാസ് ഓഫ് പുവർ ആൻഡ് റിച്ച് എന്ന് പറയുന്ന രണ്ട് ക്ലാസ് ഡിവിഷൻ അവിടെ വന്നു നമ്മൾ പറഞ്ഞു റോമിൽ, അല്ലേ. പിന്നീട് അങ്ങോട്ട് ഈ ക്ലാസ്സുകൾ തമ്മിൽ എന്തായി, ഒരു ക്ലാഷ് വരുന്നൊരു സിറ്റുവേഷനൊക്കെയാണ് പിന്നീട് റോമിൽ നമ്മൾ കാണുന്നത്. അപ്പം ഡിഫറെൻറ്റ് ക്ലാസ്സസ്, ഡിഫറെൻറ്റ് കാറ്റഗറീസിൽ പെടുന്ന ആളുകൾ തമ്മിൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുകയും റോമിൽ നിലനിൽക്കുന്ന ഒരുപാട് വൃത്തികെട്ട രീതികളുണ്ട്, ഒരുപാട് മോശമായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട് അധികാരികളുടെ ഭാഗത്തു നിന്നും, റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ ഭാഗത്തു നിന്നൊക്കെ. നമ്മൾ പറഞ്ഞു സ്ലേവറി അതിനൊരു വലിയ ഉദാഹരണമാണ്. അപ്പം ഈ സ്ലേവറി പോലത്തെ ഒരുപാട് സംഭവങ്ങൾ ആ റോമിനെ റോമിൽ പ്രശ്നങ്ങൾ ഉയർത്തുന്ന സ്ഥിതി ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു സ്ഥിതി നിലനിൽക്കുന്ന സമയത്താണ് ടൈബീരിയസ് എന്ന് പറയുന്ന ആൾ, ടൈബീരിയസ് 133 BC റോമിന്റെ അധികാരത്തിലേക്ക് വരുന്നത്. ടൈബീരിയസ് അധികാരത്തിലേക്ക് വന്നപ്പോൾ ആദ്യം ചെയ്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് പെസൻസിനും കർഷകർക്ക് സ്വാതന്ത്ര്യം നൽകുകയും അല്ലെങ്കിൽ അവർക്ക് കുറച്ചും കൂടി സ്വാതന്ത്ര്യം നൽകുന്ന രീതിയിലുള്ള മെത്തേഡുകൾ കൊണ്ടുവരികയും ഭൂമി എല്ലാവർക്കും റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഒരാൾക്ക് കൈയടക്കി വെക്കാനുള്ള ഭൂമി 640 ഏക്കറാക്കി കുറയ്ക്കുകയും മാക്സിമം 640 ഏക്കർ ഒരാൾ കൈയടക്കി വെക്കാൻ പാടുള്ളൂ എന്ന നിയമം കൊണ്ടുവരികയും ബാക്കി ഭൂമി എന്ത് ചെയ്യാൻ തുടങ്ങി, സാധാരണക്കാരായിട്ടുള്ള ലാൻഡ്ലെസ് ഭൂമി ഇല്ലാത്ത ആളുകൾക്ക് പ്രത്യേകിച്ചും പെസൻസിനൊക്കെ അത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും തുടങ്ങി. ഇനി ടൈബീരിയസ് ഈ നിയമം കൊണ്ടുവന്ന്, ടൈബീരിയസ് അധികാരത്തിലേക്ക് വന്ന്, ട്രൈബ്യൂണിന്റെ അധികാരത്തിലേക്ക് വന്ന് ഈ ഒരു സിസ്റ്റം കൊണ്ടുവന്നു. അപ്പം ഇതിനെ എതിർത്തുകൊണ്ട് ഒക്ടേവിയസ് വീറ്റോ പവർ കൊണ്ടുവരികയാണ്. ഒക്ടേവിയസ് വെച്ചാൽ അത് ആ കൊണ്ടുവന്ന നിയമങ്ങൾ റദ്ദാക്കാനുള്ള അധികാരം ഒക്ടേവിയസ് എന്ന് പറയുന്ന ആൾ കൊണ്ടുവരികയാണ്. അപ്പോൾ ടൈബീരിയസ് പക്ഷെ ഒക്ടേവിയസിനെ സക്സീഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ടൈബീരിയസിന്റെ നിയമങ്ങൾ പലർക്കും, പ്രത്യേകിച്ചും റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു അസ്വസ്ഥത ഉണ്ടാക്കുകയും അവിടെ ഒരു വയലൻസ് പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തു. അങ്ങനെ ഈ ടൈബീരിയസിനെ സപ്പോർട്ട് ചെയ്യുന്ന 300ഓളം ആൾക്കാർ, ടൈബീരിയൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന 300ഓളം ആൾക്കാരൊക്കെ കൊല്ലപ്പെടുകയെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ അതിനുശേഷം കുറച്ച് കാലങ്ങൾക്ക് ശേഷം ടൈബീരിയസിന്റെ ബ്രദർ ആയിട്ടുള്ള ഗയസ്, ഗയസ് അധികാരത്തിലേക്ക് വരികയാണ്. ടൈബീരിയസ് കൊണ്ടുവന്നിട്ടുള്ള അതേ റിഫോംസ്, അതേ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഗയസും അവിടെ അപ്ലൈ ചെയ്യുകയാണ്. ഗയസിന്റെ കാലഘട്ടത്തിൽ പബ്ലിക് ഗ്രാനറീസ് എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന രീതിയിൽ മറ്റ് ധാന്യങ്ങൾ, അരി മീൻസ് അവിടുത്തെ ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പബ്ലിക്കായിട്ടുള്ള പൊതു ഗ്രാനറികൾ തുടങ്ങുകയാണ് ചെയ്തത്. ഇതിനോട് എതിർത്തുകൊണ്ട്, അപ്പോൾ ഗയസിന്റെയും ഇത്തരം പല പ്രവർത്തനങ്ങളെ എതിർത്തുകൊണ്ട് അവിടെ ഒരു സിവിൽ വാർ, ഒരു ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെടുകയും റോമിലുണ്ടായ ഈ ആഭ്യന്തര കലാപത്തിന്റെ ഭാഗമായിട്ട് ഗയസ് ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഗയസിന്റെയും ഒരു എൻഡ് വരികയാണ്. അതിനുശേഷം അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്, ഇതിൻ്റെയൊക്കെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന അഡ്മിനിസ്ട്രേഷൻ, ഭരണ കേന്ദ്രം, സെനറ്റ് ആയിക്കോട്ടെ എല്ലാതും വളരെ വീക്കായിരുന്നു എന്നുള്ളതായിരുന്നു. അപ്പം ഈ ഒരു കാലഘട്ടത്തിന് ശേഷമാണ് അവിടെ ആകെ ഒരു അരക്ഷിതാവസ്ഥ നേരിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് 2 പ്രധാനപ്പെട്ട മിലിറ്ററി ലീഡേഴ്സ്, ആ കാലഘട്ടത്തിൽ റോമിൽ ഉണ്ടായിരുന്ന സൈനിക തലവന്മാരായിട്ടുള്ള 2 ആൾക്കാർ, ഒന്ന് ജൂലിയസ് സീസറും മറ്റേതാരായിരുന്നു, പോംബെയും. ജൂലിയസ് സീസറും പോംബെ, ആ 2 മിലിറ്ററി ആൾക്കാർ അധികാരത്തിലേക്ക് വരികയാണ്. പോംബെ ആൻഡ് ജൂലിയസ് സീസർ. ഇനി പോംബെയും ജൂലിയസ് സീസറും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ആദ്യം റോമിന്റെ അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. പോംബെ, ജൂലിയസ് സീസർ, അവരുടെ കൂടെ ഒരാളും കൂടെ വന്നു, ക്രാസസ്. ആരാണ്? ക്രാസസ് എന്ന്, CRASSUS, ക്രാസസ്. അപ്പോൾ പോംബെയും ജൂലിയസ് സീസറും ക്രാസസിനും കൂടെ ചേർത്തുകൊണ്ടാണ് ഒരു മൂവർ സംഘമായിട്ടാണ് അവർ റോം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. ഒരു പൊളിറ്റിക്കൽ അലയൻസ് ഉണ്ടാക്കി. ഇവരുണ്ടാക്കിയ ഈ പൊളിറ്റിക്കൽ അലയൻസിനെയാണ് ട്രയംവിറേറ്റ് എന്നറിയപ്പെട്ടത്.
ട്രയം വിറേറ്റ് എന്നറിയപ്പെട്ടത് ഇവരുണ്ടാക്കിയ പൊളിറ്റിക്കൽ അലയൻസിനെയാണ്. ഇവരുടെ ഈ മൂവർ സംഘത്തിനെ അധികാരത്തിലേക്ക് വരാൻ സെനറ്റ് അംഗീകരിക്കുകയും ചെയ്തതാണ്. ഇതിൽ പോംബെ, ജൂലിയസ് സീസർ, അതുപോലെ ക്രാസസ് ഇവരുടെ ഫസ്റ്റ് ട്രയംവേറ്റ് എന്നാണ് അറിയപ്പെട്ടത്. ഒന്നാം ട്രയംവേറ്റ് എന്നാണ് ഇവരുടെ ആ ഒരു പൊളിറ്റിക്കൽ അലയൻസിനെ അറിയപ്പെട്ടിട്ടുള്ളത്. പിന്നെ ഇവർ അധികാരം പിടിച്ചെടുത്ത് ഭരണത്തിലേറി അതിനുശേഷം ആദ്യം തന്നെ ക്രാസസ് ഒരു സൈഡിലായി. ക്രാസസിന് അതിങ്ങനെ ഇവര് സീസറും അതുപോലെ തന്നെ പോംബെയും ക്രാസസിനെ ഒരു സൈഡിലാക്കി മെയിൻ റൂളേഴ്സ് ആയിട്ട് പോംബെയും ജൂലിയസ് സീസറും തന്നെ വരുന്നു. അവർ വളരെ പവർഫുൾ ആയിട്ട് ഭരിക്കുന്നു. ഇവർ കൂടുതൽ സ്ഥലങ്ങൾ ഇൻവേഡ് ചെയ്യാനൊക്കെ തുടങ്ങി. അതിന്റെ ഭാഗമായിട്ട് പോംബെ, സിറിയ, പലസ്തീൻ ഈ സ്ഥലങ്ങൾ ഇൻവേഡ് ചെയ്തുകൊണ്ട് കൂടെ ചേർക്കാൻ, റോമിന്റെ കൂടെ ചേർക്കാൻ ശ്രമിച്ചു. സീസർ ആണെങ്കിൽ ബെൽജിയം, ജർമ്മനി, റൈനെ, ഫ്രാൻസ് തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ റോമിന്റെ ഭാഗമാക്കാൻ, റോമൻ ടെറിട്ടറീസ് ആക്കി മാറ്റുകയും ചെയ്തു. ഇങ്ങനെ ഇവരുടെ ഭരണത്തിൽ ഇരിക്കുന്ന സമയത്ത് 52 BC അപ്പൊ ഇവരിടയ്ക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി? സ്വാഭാവികമായിട്ടും കുഴപ്പങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ പോംബെയും ജൂലിയസ് സീസറും തമ്മിലും സെയിം പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവാൻ തുടങ്ങി. അങ്ങനെ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് 52 BC 52 BCയിൽ പോംബെ ജൂലിയസ് സീസറിനെ പിന്തള്ളിക്കൊണ്ട് ഇലക്ഷനിൽ ജയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പോംബെ എന്ന് പറഞ്ഞാൽ കൺസൾഡ് ഒരു പ്രധാന വ്യക്തിയായിട്ട് ഉയരുകയും സീസർ പിന്തള്ളപ്പെടുകയും ചെയ്യുന്നുണ്ട്. ജൂലിയസ് സീസറിനെ രാജ്യത്തിന്റെ ശത്രുവായിട്ടും കൂടെ പ്രഖ്യാപിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ 49 BCയിൽ 49 BCയിൽ സീസർ എന്ത് ചെയ്യാനാണ്? റോം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു യുദ്ധത്തിനായി തന്നെ വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സീസർ വന്നതിന് റൂബിക്കോൺ റിവർ കടന്നുകൊണ്ട് സീസർ വരികയാണ് ചെയ്തത്. അപ്പോൾ എന്താ പറയുക, സീസറിന്റെ വരവിനെ പിന്നീട് ഒരു പ്രയോഗമുണ്ട്, ക്രോസ് ദ റൂബിക്കോൺ എന്ന് പറയുന്നത് ഒരു പ്രയോഗം തന്നെയാണ്. റൂബിക്കോൺ എന്ന് പറയുന്നത് അവിടുത്തെ നദിയാണ്. അപ്പോൾ ആ നദി കടന്നുകൊണ്ടാണ് സീസർ റോം പിടിച്ചെടുക്കാൻ വരുന്നത്. അപ്പോൾ ക്രോസ് ദ റൂബിക്കോൺ എന്ന് പറയുന്നത് പിന്നീട് എന്താ പറയുക, തിരിച്ച് വരാനല്ലാത്ത യുദ്ധങ്ങൾക്ക് പുറപ്പെടുന്നതിനൊക്കെ ഒരു ഫ്രേസ് ആയിട്ടൊരു എന്താ പറയുക, നമ്മളൊരു പഴഞ്ചൊല്ല് പോലെയൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഇതാണ് ക്രോസ് ദ റൂബിക്കോൺ എന്ന് പറയുന്നത്. ആ രീതിയിലേക്ക് പറയാം. എനിവേ, അപ്പോൾ സീസർ റോം പിടിച്ചെടുക്കാൻ വേണ്ടി വരികയാണ്. റോം പിടിച്ചെടുക്കാൻ വേണ്ടി വന്നു. അവസാനം സീസറിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് കണ്ട പോംബെ ഇറ്റലി വിട്ടു പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പോംബെയുടെ സൈന്യത്തിനെ തോൽപ്പിച്ചുകൊണ്ട് പോംബെനെ പിന്നീട് കൊല്ലുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ സീസർ എന്ത് ചെയ്യാണ്? ജൂലിയസ് സീസർ അധികാരത്തിലേക്ക് വരികയാണ്. സീസർ അധികാരത്തിലേക്ക് വന്നിട്ട് അധികം വൈകാതെ തന്നെ ഈജിപ്തിനെതിരെ ഒരു ക്യാമ്പയിനിങ് വെക്കുകയും ഈജിപ്തിനെ തോൽപ്പിക്കാൻ വേണ്ടി ഒരു ക്യാമ്പയിനിങ് കൊണ്ടുവന്നു. ഇതേ സമയം തന്നെ സീസർ ക്ലിയോപാട്രനെ ആയിട്ട് ലവ് അഫെയറിലൊക്കെ പെടുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ കുറേയൊക്കെ കേട്ടിട്ടുള്ള കഥയാണ്. ക്ലിയോപാട്രയുടെ ഒരുപാട് കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ക്ലിയോപാട്രയുടെ ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്. അപ്പോൾ ക്ലിയോപാട്രനെയായിട്ട് സീസറിന് ബന്ധം വരുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടാകുന്നത്. ഈ സമയത്ത് സീസർ മറ്റ് സ്ഥലങ്ങൾ ഏഷ്യ മൈനറൊക്കെ കീഴടക്കുന്നുണ്ട്. അങ്ങനെ ജൂലിയസ് സീസർ ഒരുപാട് സ്ഥലങ്ങൾ കീഴടക്കിക്കൊണ്ട് റോമിന്റെ ഭാഗമാക്കുന്നുണ്ട്. സീസറുടെ അന്നത്തെ ഒരു ടെറിട്ടോറിയൽ ആക്രമണങ്ങളെ നടത്തുന്ന പ്രയോഗമായിരുന്നു ഐ കെയിം, ഐ സോ ആൻഡ് ഐ കോൺഗേർഡ്. വന്നു, കണ്ടു, കീഴടക്കി. ആ പ്രയോഗം വരുന്നത് സീസറിന്റെ അതിൽ നിന്നാണ്. ഐ കെയിം, ഐ സോ, ഐ കോൺഗേർഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സീസറിനെ പിന്നീട് ഒരു ഡിക്റ്റാറ്റർ ആയിട്ടാണ് കണക്കാക്കിയത്. ഇനിയൊരു 10 വർഷത്തേക്ക് തന്നെ തോൽപ്പിക്കാൻ ആരുമില്ല എന്നൊരു ഇതാണ് സീസറിന് തോന്നിയത്. അപ്പോൾ ഒരു 10 വർഷത്തേക്ക് അദ്ദേഹമാണ് എല്ലാത്തിൻ്റെയും അധിപൻ എന്നൊരു ചിന്ത സീസർക്കും വന്നിട്ടുണ്ടായിരുന്നു. ഒരു 46 BC വരെ ഈ ഒരു ചിന്ത സീസറിന്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്തു വന്നു. സീസറിന്റെ ഭരണം എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് പാളിച്ചകൾ ഉണ്ടായിരുന്നു. ഏറ്റവും പ്രധാനമായിട്ട് സീസർ അന്നത്തെ നിലനിന്നിരുന്ന ഭരണഘടനയെ ഒട്ടും തന്നെ റെസ്പെക്ട് ചെയ്തിരുന്നില്ല. ഭരണഘടനയെ റെസ്പെക്ട് ചെയ്യാത്ത, ബഹുമാനിക്കാത്ത ഒരു ഭരണ രീതിയാണ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ടായത്. അങ്ങനെ സീസറിന്റെ ഒരു ഭരണ രീതികളിൽ ഒട്ടും ഇതിനതാക്കില്ല. അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടൊക്കെ അവസാനം സീസറിന്റെ കൊലപാതകം, സീസർ മരിക്കുന്നത് അറിയാം, സീസറിനെ കൊല്ലുകയാണ് ബ്രൂട്ടസ്. അതൊന്നും കൂടെ നമുക്ക് ഈ പുസ്തകത്തിൽ പറയുന്നില്ല, എന്നാലും ബ്രൂട്ടസ്, സീസറിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള ബ്രൂട്ടസിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് സീസറിനെ, മാർക്ക് ആന്റണി ഇവരൊക്കെ കൂടെ എന്താ പറയുക കൊല്ലുന്നത്. അപ്പൊ അന്നത്തെ സീസറിന്റെ കൊലപാതക സമയത്ത് സീസറിനെ പിന്നിന്ന് കുത്തുന്ന ബ്രൂട്ടസ് വിളിച്ചിട്ടാണ് സീസർ
ആ സ്ഥലത്തേക്ക് ചെല്ലുന്നതും അങ്ങനെ ബ്രൂട്ടസ് ആണ് ഇതിന്റെ പിന്നിലെന്ന് സീസറിന് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ സീസറിന് മരിക്കുന്ന സമയത്ത് സീസറാണ് അറിയുന്നത് ബ്രൂട്ടസിനെയാണ്. അപ്പോൾ ബ്രൂട്ടസിനെ കാണുമ്പോൾ സീസർ പറയുന്നതാണ് യു ടു ബ്രൂട്ടസ് എന്നുള്ള. അത് പിന്നീട് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു വാചകമായിരുന്നു. ഷേക്സ്പിയറൻ കഥകളിലൊക്കെ കഥകളിലൂടെയാണ് ഈ ഒരു വാക്യം വരുന്നത്, യു ടു ബ്രൂട്ടസ് എന്ന് പറയുന്ന വാക്യമൊക്കെ. അപ്പോൾ അതൊക്കെ പിന്നീട് വളരെ ഫേമസ് ആയിട്ട് വന്ന കോട്ട്സ് ഒക്കെ ആയിരുന്നു. ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ നമ്മളെ ചതിക്കുമ്പോൾ ഒക്കെ ചെയ്യുന്ന ഒരു കോട്ടയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് സീസറിന്റെ ഒരു എൻഡ് എന്ന് പറഞ്ഞത്. 44 BC കൂടിയിട്ടാണ് സീസറിന്റെ ഭരണകാലഘട്ടത്തിന്റെ എൻഡ് എന്ന് പറയുന്നത്. ഈ സീസറിന്റെ സമയത്ത് ചെയ്തിട്ടുള്ള ഒരു പ്രധാന പ്രവൃത്തിയായിരുന്നു കലണ്ടർ. അന്നുണ്ടായിരുന്ന കലണ്ടർ അവരൊന്ന് പുതുക്കി. കലണ്ടറിന് 365 ഡേയ്സ് ആയിട്ട് പുതുക്കുകയും 4 വർഷം കൂടുമ്പോൾ ഒരു എക്സ്ട്രാ ദിവസം ഉണ്ടാവും എന്നുള്ള രീതിയിലേക്ക് കലണ്ടർ പുതുക്കുകയാണ് ചെയ്യുന്നത്. ജൂലിയസ് സീസർ ആ പേരിനോട് നീതി പുലർത്തിക്കൊണ്ടാണ് ജൂലൈ എന്ന് പറയുന്ന ഒരു മന്ത് ഇതിലേക്ക് ആഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ആ ഒരു പേര് വരുന്നത് ജൂലിയസ് സീസറിന് ഇതായിക്കൊണ്ട് ജൂലിയസ് എന്ന പേരിനോടാക്കി ജൂലൈ വരുന്നത്. അങ്ങനെയാണ് ആ കലണ്ടർ വരുന്നത്. പിന്നീട് ആ കലണ്ടർ ഒന്നുകൂടെ റിവൈസ് ചെയ്യുന്നത് പോപ്പ് ഗ്രിഗറി 13 പോപ്പ് ഗ്രിഗറി 13 1582 1582 AD അത് പിന്നെ വീണ്ടും പുതുക്കുന്നത്. ഇനി ജൂലിയസ് സീസർ ചെയ്ത മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സിറ്റിസൺഷിപ്പ്, പൗരത്വം എന്ന് പറയുന്നത് സ്പാനിയാർഡ്സ് ആൻഡ് ഗൗൾസ് എന്ന് പറയുന്ന വിഭാഗക്കാർക്കൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. അവർക്കും കൂടെ റോമൻ സിറ്റിസൺഷിപ്പ് നൽകുന്ന രീതിയിൽ വന്നു. പിന്നെ ഉപയോഗിക്കാത്ത ഭൂമികളൊക്കെ പുവറായിട്ടുള്ള ഭൂമിയില്ലാത്ത പെസൻസിന്, കർഷകർക്ക് വിട്ടുകൊടുക്കുകയെല്ലാം ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ സമയത്ത് എന്താ പറയുക, അഗ്രികൾച്ചർ, കൃഷിക്കൊക്കെ ഒരുപാട് പുരോഗതി ഉണ്ടാവുന്നുണ്ട്. റോം ഒരു അർബൻ കൾച്ചർ, ഒരു നാഗരിക കേന്ദ്രമായിട്ട് വളരുന്നുണ്ട് ജൂലിയസ് സീസറിന്റെ സമയത്ത്. ബട്ട് അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ പലതും എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷന് എതിരായിരുന്നു. അങ്ങനത്തെ ഒരു പ്രശ്നവും കൂടെ അവിടെ വരുന്നുണ്ട്. ഇനി ജൂലിയസ് സീസറിന്റെ ഭരണത്തിന് ശേഷം വന്ന ഒരു പ്രധാന വ്യക്തിയാണ് അഗസ്റ്റസ് സീസർ എന്ന് പറയുന്നത്. ജൂലിയസ് സീസറിന് ശേഷം വന്ന ആളാണ് അഗസ്റ്റസ് സീസർ. അഗസ്റ്റസ് സീസറിന്റെ ഒരു ഹിസ്റ്ററിയിലേക്ക് പോകുന്നതിന് മുമ്പേ ജൂലിയസ് സീസർ മരിച്ചു. പിന്നെയും റോമിൽ എന്തായി, ഒരു രാഷ്ട്രീയ അരക്ഷിതാവസ്ഥ വന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് മാർക്ക് ആന്റണി, ഒക്ടേവിയൻ, ദെൻ ലെപ്പിഡസ് എന്ന് തുടങ്ങിയ 3 ആൾക്കാർ. ആർക്കാണ്? മാർക്ക് ആന്റണി, ഒക്ടേവിയൻ, ലെപ്പിഡസ്. ഇവർ 3 പേരും കൂടിയിട്ട് വീണ്ടും ഒരു മൂവർ സംഘം ഉണ്ടാക്കി, വീണ്ടും ഒരു ട്രയംവിറേറ്റ് ഉണ്ടാക്കിയിട്ട് അതിനെ സെക്കൻഡ് ട്രയംവിറേറ്റ് എന്നാണ് ഹിസ്റ്ററിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ട്രയംവിറേറ്റ് നമ്മൾ പറഞ്ഞു, സീസറും പോംപെയും അതുപോലെ തന്നെ ക്രാസസും കൂടിയുള്ള ഫസ്റ്റ് ട്രയംവിറേറ്റ്. ഇത് സെക്കൻഡ് ട്രയംവിറേറ്റ് ആയിരുന്നു. മാർക്ക് ആന്റണിയും ഒക്ടേവിയനും ലെപ്പിഡസും കൂടി ഉണ്ടാക്കിയത്. ഇനി ഇതിൽ വളരെ സ്വാഭാവികമായിട്ട് ലെപ്പിഡസ് ഒരു അങ്ങനെ സൈഡാക്കപ്പെടുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ. പിന്നീട് ഒക്ടേവിയനും മാർക്ക് ആന്റണി ആയിരുന്നു പുതിയ മേജർ റൂളേഴ്സ് ആയിട്ട് വരുന്നത്. ഇവർ തന്നെയായിരുന്നു എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞതിൽ എന്താ പറയുക, ജൂലിയസ് സീസറിന്റെ ഭരണമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറഞ്ഞൊരു കാര്യത്തിൽ മാർക്ക് ആന്റണി ജൂലിയസ് സീസറിനെ കൊല്ലാതാക്കുന്ന, അങ്ങനെയല്ല, അതിൽ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ട് കേട്ടോ, സോറി, പേര് മാറിപ്പോയതാണ്. ഓക്കെ, അപ്പോൾ ഒക്ടേവിയൻ, മാർക്ക് ആന്റണി, ബ്രൂട്ടസും കാസിയസും ആണ് അന്ന് ജൂലിയസ് സീസറിനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഇതാക്കിയത്. കാസിയസ് ആയിരുന്നു. അതിൽ ബ്രൂട്ടസിനെയും മാർക്ക് ആന്റണിയാണ് പെട്ടെന്ന് തെറ്റിപ്പോയത്, സോറി. അപ്പോൾ ബ്രൂട്ടസും കാസിയസും ഒക്കെയാണ് അന്ന് ചെയ്തത്. ഇനി ഒക്ടേവിയനും മാർക്ക് ആന്റണി അധികാരത്തിലേക്ക് വന്നപ്പോൾ അവർ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീസറിനെ കൊലപാതകളായിട്ടുള്ള ആൾക്കാരെ അവിടെ നിന്ന് തുരത്താൻ വേണ്ടിയുള്ള നടത്തിയിട്ട് അവർ ബ്രൂട്ടസും കാസിയസും റോമിൽ നിന്ന് എസ്കേപ്പ് ആയി പോവുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അവർ എന്താ പറയുക, അധികാരത്തിലേക്ക് കൂടുതലായിട്ട് വരികയാണ് ചെയ്യുന്നത്. ഇനി ഞാൻ പറഞ്ഞു ലെപ്പിഡസ് കുറച്ച് കഴിഞ്ഞപ്പോൾ സൈഡായി എന്ന് പറഞ്ഞു. പക്ഷെ അന്നത്തെ ഒരു പ്രധാനപ്പെട്ട സ്കോളർ ആയിട്ടുള്ള സിസേറോ എന്ന് പറയുന്ന സ്കോളർ പറഞ്ഞിട്ടുണ്ട്, ഈ സെക്കൻഡ് ട്രയംവിറേറ്റിന്റെ പല പ്രവൃത്തികളും, പ്രത്യേകിച്ചും മാർക്ക് ആന്റണി, ഒക്ടേവിയന്റെ പല പ്രവൃത്തികളെയും ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് എഴുതിയിട്ടുള്ള ഒരു ആളാണ് സിസേറോ എന്ന് പറയുന്ന റൈറ്റർ സ്കോളർ. അവരനെ ഒരു ഇതല്ലാത്ത അങ്ങനത്തെ ഒരു എഴുത്തുകളും ആ കാലഘട്ടത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. ദെൻ ജൂലിയസ് സീസറിന് റിലേറ്റീവ്സ് ആണ് ഈ മാർക്ക് ആന്റണി ആയാലും ഒക്ടേവിയൻ ആയാലും ഇവരുടെ റിലേറ്റീവ്സ് ആണ്.
ഈ മാർക്ക് ആന്റണിക്കും ഒരു പീരീഡ് കഴിഞ്ഞപ്പോൾ ക്ലിയോപാട്രേനായിട്ട്, ഈജിപ്തിലെ ക്ലിയോപാട്രേനായിട്ട് അഫയേഴ്സ് ഉണ്ടാവുന്നുണ്ട്. മാർക്ക് ആന്റണിക്ക് എന്ത് വരികയാണ്, അവിടെ മുതൽക്കൊരു വീഴ്ച ഭരണത്തിൽ വരികയും ചെയ്യുന്നുണ്ട്. ഇനി ഇവര് എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ഫസ്റ്റ് ട്രയംവിറേറ്റ് ഉണ്ടായിട്ടുള്ള പല വീഴ്ചകളും തിരുത്താൻ ഇവർ നോക്കുന്നുണ്ടെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മാർക്ക് ആന്റണിയും ഒക്ടേവിയനും തമ്മിൽ സ്വാഭാവികമായിട്ടുമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഒരു അധികാരത്തിന് വേണ്ട പൊളിറ്റിക്കൽ പവറിന് വേണ്ട തർക്കം ഒക്ടേവിയനും മാർക്ക് ആന്റണിയും തമ്മിൽ ഉണ്ടാവുന്നു. ആ സമയത്ത് മാർക്ക് ആന്റണിയെ സഹായിക്കുന്നത് ക്ലിയോപാട്രയുടെ നേതൃത്വത്തിൽ, ഈജിപ്തിലെ ക്ലിയോപാട്രയുടെ കുറച്ച് ആൾക്കാരുണ്ട്. ക്ലിയോപാട്രയുടെ നേതൃത്വത്തിൽ ഈജിപ്തിൽ നിന്നാണ് മാർക്ക് ആന്റണിക്ക് സഹായം കിട്ടുന്നത്. ഒക്ടേവിയൻ ആർമി വേറെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവർ തമ്മിലുള്ള ഇതിലും മാർക്ക് ആന്റണിനെയും അതുപോലെ തന്നെ ക്ലിയോപാട്രനെയും തോൽപ്പിച്ചുകൊണ്ട് ഒക്ടേവിയൻ ജയിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒക്ടേവിയന്റെ ജയത്തിന് ശേഷം ഒക്ടേവിയൻ ആർമിയുടെ ജയത്തിന് ശേഷം അദ്ദേഹത്തിന് നൽകിയ പേരാണ് അഗസ്റ്റസ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒക്ടേവിയൻ ആണ് പിന്നീട് അഗസ്റ്റസ് എന്ന പേരിൽ അറിയപ്പെട്ട ഭരണാധികാരി. ഈ ഒക്ടേവിയനും അതുപോലെ തന്നെ മാർക്ക് ആന്റണിയും തമ്മിലുണ്ടായ യുദ്ധത്തിന് ബാറ്റിൽ ഓഫ് ആക്ടിയം എന്നാണ് പറയുന്നത്, നടക്കുന്നത് 31 BCE ഇതാണ് ബാറ്റിൽ ഓഫ് ആക്ടിയം ആൻഡ് 31 BCE നടക്കുന്നത്. ഒക്ടേവിയന് അന്നത്തെ സമയത്ത് ഗ്രീക്കുകാരുടെ സപ്പോർട്ടും ലഭിച്ചിട്ടുണ്ട്. എനിവേ, ഇവരുടെ ഒക്ടേവിയൻ ആൻഡ് ഹിസ് ആർമിയുടെ വിജയത്തിന് ശേഷം ക്ലിയോപാട്രയും മാർക്ക് ആന്റണിയും സൂയിസൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഈ ഒരു കാലഘട്ടം മുതൽക്കാണ്, ഈ 31 BCE കാലഘട്ടം മുതൽക്കാണ് റോമൻ എംപയർ എന്നുള്ള പേരിലേക്കൊക്കെ, അല്ലെങ്കിൽ അതിനെ ആ രീതിയിലേക്ക് ഹിസ്റ്റോറിയൻസ് വിശേഷിപ്പിച്ചു തുടങ്ങുന്നത് ആ സമയത്താണ്. റോമൻ എംപറർ എന്നൊക്കെ അഗസ്റ്റസ് സീസറിനെയാണ് ആദ്യമായിട്ട് റോമൻ എംപറർ എന്നൊക്കെ പറയുന്നൊരു സ്ഥിതി ഉണ്ടാവുന്നത്. ഈ അഗസ്റ്റസ് സീസറിനെ അദ്ദേഹം സ്വയം കൊടുത്ത ടൈറ്റിലാണ് അഗസ്റ്റസ് സീസർ, മറക്കരുത്. ഒക്ടേവിയൻ എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു പേര്. ഈ ഒക്ടേവിയൻ അഥവാ അഗസ്റ്റസ് സീസറിന്റെ പീരീഡ് എന്ന് പറയുന്നതാണ് റോമിലെ ഏറ്റവും ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നുണ്ട്. ഒരുപാട് കോൺസ്റ്റിറ്റ്യൂഷണൽ ഭരണഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ, ജനങ്ങൾക്ക് ജനപ്രീതി കിട്ടുന്ന രീതിയിലുള്ള ഒരുപാട് നവീകരണ പ്രവർത്തനങ്ങൾ, വിദേശ വാണിജ്യം, അതുപോലെ തന്നെ കൊമേഴ്സ്, അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ. റോം എന്ന് പറയുന്നത് റോമൻ കൾച്ചർ, റോമൻ സംസ്കാരം എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് റോമിനെ വളർത്തിയെടുക്കുന്നത് അഗസ്റ്റസ് സീസറിന്റെ ഭരണകാലഘട്ടമാണ്. 27 BCE to 14 ACE, 14 ACE വരെ അദ്ദേഹം ഭരിച്ചിട്ടുണ്ട്. ഇനി ഒരുപാട് സ്ഥലങ്ങൾ, അദ്ദേഹത്തിന് ശേഷം ഒരു ട്രാജൻ വരെയുള്ളവരുടെ കാലഘട്ടമുണ്ട്. അഗസ്റ്റസ് സീസറിന്റെ മരണത്തിന് ശേഷം ഒരുപാട് പിന്തലമുറക്കാർ വരുന്നുണ്ട്. ട്രാജൻ, അവരുടെയൊക്കെ ഭരണകാലം വളരെ മികച്ചതായിരുന്നു. ദെൻ സ്വിറ്റ്സർലാൻഡ്, ഓസ്ട്രിയ, ബൾജീരിയ തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ അവരെ അനക്സ് ചെയ്തിട്ട് റോമന്റെ ഭാഗമാക്കുന്നുണ്ട്. ഇവർക്ക് ശേഷം വന്നിട്ടുള്ള ക്ലോഡിയസ് ബ്രിട്ടൻ കോൺക്വർ ചെയ്യുന്നുണ്ട്. ട്രാജന്റെ കാലഘട്ടത്തിലാണ് റുമേനിയ കോൺക്വർ ചെയ്യുന്നത്. അങ്ങനെ ഇദ്ദേഹത്തിന് ശേഷം വരുന്നവരും ഇത്തരം മറ്റു സ്ഥലങ്ങൾ കോൺക്വർ ചെയ്ത് കൂടെ നിർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി അഗസ്റ്റസിന്റെ ഇതിലുള്ള റോം എങ്ങനെയായിരുന്നു നോക്കാം. റോം അണ്ടർ അഗസ്റ്റസ് നമ്മൾ പറഞ്ഞു, ഒക്ടേവിയസ് മാർക്ക് ആന്റണിയെ തോൽപ്പിച്ചുകൊണ്ട് നൽകുന്ന ടൈറ്റിലാണ് അഗസ്റ്റസ് എന്ന് പറയുന്നത്. ദെൻ ലേറ്റർ ഹി വാസ് നോൺ ആസ് അഗസ്റ്റസ് സീസർ. ഇദ്ദേഹം സെനറ്റിനെ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ സെനറ്റിന്റെ തീരുമാനങ്ങളോട് ചേർന്ന് നിൽക്കുക. സെനറ്റ് എന്ന് പറഞ്ഞ സിസ്റ്റത്തിനോട് ഇദ്ദേഹം എപ്പോഴും അടുത്തിടപഴകിയിരുന്നു. സെനറ്റിനെ അപ്സെറ്റ് ചെയ്തുകൊണ്ട് ഒരിക്കലും ഭരണം നടത്താൻ പറ്റില്ല എന്ന് അതുകൊണ്ട് അദ്ദേഹം അഗസ്റ്റസ് സീസർ വളരെ കെയർഫുൾ ആയിട്ട് സൂക്ഷ്മമായിട്ട് ഭരണം നടത്തിയിരുന്ന ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിന് പിന്നീട് ഡിക്റ്റേറ്റർ എന്ന പേരിൽ പല ഹിസ്റ്റോറിയൻസും വിശേഷിപ്പിച്ചിട്ടുണ്ട്. എന്താണ് ഡിക്റ്റേറ്റർ എന്ന പേരിൽ. ദെൻ അഗസ്റ്റസ് സീസറിന്റെ ഒരു തിയറിയിൽ പ്രധാനപ്പെട്ടത് അധികാരം ജനങ്ങളിലാണ് എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. പവർ ഇൻ ദി ഹാൻഡ്സ് ഓഫ് പീപ്പിൾ, ജനങ്ങളുടെ കയ്യിലാണ് അധികാരം എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. ജനങ്ങളും സെനറ്റും ഇത് പിന്നെ ജനങ്ങളും സിറ്റിസണുമാണ് അധികാരം ഇരിക്കുന്നവര്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം സ്വയം വിചാരിച്ചിരുന്നു അത്തരം ജനങ്ങളുടെ ആദ്യത്തെ പൗരൻ മാത്രമാണ് തന്റെ ഫസ്റ്റ് സിറ്റിസൺ ആണ് റോമൻ എംപറർ ആയിട്ടുള്ള അഗസ്റ്റസ് സീസർ എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. അപ്പോൾ പ്രഥമ പൗരൻ എന്നുള്ള ടൈറ്റിൽ മാത്രമേ തനിക്കുള്ളൂ. യഥാർത്ഥ അധികാരം ജനങ്ങളിലും ജനങ്ങളുടെ നേതൃത്വത്തിലുള്ള സെനറ്റിനുമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. ദെൻ ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് പ്രിൻസിപ്പേറ്റ് ഓഫ് റോം അല്ലെങ്കിൽ ഏർലി എംപയർ എന്നൊക്കെ ഒരു ടൈറ്റിൽസ് എന്തിനു വരുന്നത്, റോമൻ എംപയറിന് വരുന്നത്. അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ചില റിഫോംസ് ആണ് സിവിൽ സർവീസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം,
ദെൻ പോസ്റ്റൽ സിസ്റ്റം അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. കോയിൻ സിസ്റ്റം, കോയിനേജ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ജുഡീഷ്യൽ സംവിധാനം, നീതിന്യായ വ്യവസ്ഥയെ കുറച്ചും കൂടെ കേന്ദ്രീകൃതമാക്കി, സെൻട്രലൈസ്ഡ് ജുഡീഷ്യൽ സിസ്റ്റം, കേന്ദ്രീകൃതമായ നീതിന്യായ വ്യവസ്ഥ അദ്ദേഹം കൊണ്ടുവന്നു. പിന്നെ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ ലോക്കൽ സെൽഫ് ഗവൺമെന്റുകൾ, സ്വയംഭരണ സ്ഥാപനങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അദ്ദേഹം കൊണ്ടുവന്നു. ദെൻ ഇന്റലിജന്റ് ഓഫീസ്, കാരണം കാര്യങ്ങളെല്ലാം നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇന്റലിജന്റ് ഓഫീസ് വന്നു. ഗവർണേഴ്സ്, ഓരോ പ്രവിശ്യകൾ, റോമിന്റെ കീഴിലുള്ള പ്രവിശ്യകളിൽ അഴിമതി നടത്തുന്ന ഗവർണേഴ്സ് ഉണ്ടോ എന്ന് നിരീക്ഷിക്കാനും അവരങ്ങനെ ഉണ്ടെങ്കിൽ അവരെ പുറത്താക്കാനും ശിക്ഷിക്കാനും, അപ്പൊ ഗവർണേഴ്സിന്റെ കറപ്ഷൻ കണ്ടുപിടിക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. ടാക്സ് കളക്ഷൻ സിസ്റ്റത്തിൽ ഒരു പുതിയ റിഫോർമേഷൻ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. ടാക്സ് കളക്ഷൻ, നികുതി പിരിക്കുക എന്ന് പറയുമ്പോൾ ഒരു ഇന്റർമീഡിയറ്ററി ഉണ്ടായിരുന്നു കുറച്ചു കാലം. ഒരു ഇടനിലക്കാർ മുഖാന്തരമാണ് പലപ്പോഴും ഗവൺമെന്റിലേക്ക് നികുതി പിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് അഴിമതികൾ, അമിതമായിട്ട് നികുതി ഈടാക്കുന്ന രീതികളൊക്കെ നിലനിന്നിരുന്നു. അപ്പോൾ അഗസ്റ്റസ് സീസർ അധികാരത്തിൽ കയറിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അപ്പോൾ ഈ ഇന്റർമീഡിയറ്റ്സിനെ ഒഴിവാക്കണമെന്നുള്ളത്. അങ്ങനെ ഇടനിലക്കാരായിട്ട് നികുതി പിരിക്കാൻ നിൽക്കുന്നവരെ ഒഴിവാക്കിക്കൊണ്ട് ഇതൊരു ഗവൺമെന്റ് എംപ്ലോയിഡ് ആയിട്ടുള്ള സിസ്റ്റമായിട്ട് മാറ്റി. നികുതി പിരിക്കുക, അതിനുവേണ്ടി ഓഫീസേഴ്സ് എന്നൊക്കെ പറയുന്നത് നേരിട്ടിട്ട് അപ്പോയിന്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം, ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന സിസ്റ്റമായിട്ട് മാറ്റി. അങ്ങനെ ഇന്റർമീഡിയറ്റ്സിനെ ഒഴിവാക്കിയെന്നത് അഗസ്റ്റസ് സീസർ നടത്തിയ ഒരു റിഫോർമേഷൻ ആയിരുന്നു. അടുത്തതായിരുന്നു സെൻസസും. ഈ ടാക്സ് സിസ്റ്റം, നികുതി പിരിക്കൽ എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട്, കൂടുതൽ പ്രാബല്യത്തിൽ വരുത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം സെൻസസ് നടത്തുകയും അങ്ങനെ ജനസംഖ്യയുടെ ഒരു കണക്കെടുക്കുകയെല്ലാം ചെയ്തു. പിന്നെ റോഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന് വേണ്ടിയിട്ട്, ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് റോഡ്സ് കൂടുതൽ നിർമ്മിക്കുകയും റോഡ്സിന്റെ എക്സ്പാൻഷൻ ഉണ്ടായി. ദെൻ അഗസ്റ്റസ് സീസറിന്റെ സമയത്ത് റിലീജിയനേക്കാളും അദ്ദേഹം പ്രാധാന്യം കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ റിലീജിയസ് ആക്ടിവിറ്റീസിനേക്കാളും അദ്ദേഹം പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നത് ഫെസ്റ്റിവൽസിനാണ്. റോമിൽ നിലനിൽക്കുന്ന ഒരുപാട് ഫെസ്റ്റിവൽസിന് അദ്ദേഹം പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ടെമ്പിൾസ്, മറ്റ് ബിൽഡിങ്സ് ഒക്കെ അദ്ദേഹം പണിതിട്ടുണ്ടെങ്കിലും ഒരു യൂണിറ്റി തോന്നാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫെസ്റ്റിവൽസ്, ദേശീയ ഉത്സവങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു. ഇനി അതിനോടൊപ്പം തന്നെ അഗസ്റ്റസ് സീസർ എന്ന് പറഞ്ഞ വ്യക്തി കലാപരമായ കാര്യങ്ങളിനോട് അതിനെ പുകഴ്ത്താനും അതിനെ ഉയർത്തിക്കൊണ്ടുവരാനും ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലുള്ള പ്രധാന എഴുത്തുകാരായിരുന്നു ഹൊറാസ്, ലെവി, വെർജിൽ, ഒവിഡ് എന്ന് പറയുന്നവരൊക്കെ. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ഭരണകാലഘട്ടം, അല്ലെങ്കിൽ ഭരണകാലഘട്ടത്തെ പ്രധാന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി ലേറ്റർ എംപറേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ഇദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിൽ തന്നെ നമുക്ക് അത്ര സുഗമമായിരിക്കില്ല, ഒരു ഭരണാധികാരിയുടെയും ഭരണകാലഘട്ടം അത്ര സുഗമമായിരിക്കില്ല. അപ്പോൾ ഒരുപാട് വെല്ലുവിളികളൊക്കെ അദ്ദേഹം നേരിടുന്നുണ്ടെങ്കിലും മച്ച് മോർ ബെറ്റർ ആയിരുന്നു ഇദ്ദേഹത്തിന്. പക്ഷെ ഇദ്ദേഹത്തിന് ശേഷം പിന്നീട് കുറച്ചു കാലം കഴിയുമ്പോൾ മൊത്തത്തിൽ ഒരു ഇൻകാപ്പബിൾ ആയിട്ടുള്ള റൂളേഴ്സ് വരികയും അവര് ഭരിച്ച് നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതി കാണുന്നുണ്ട്. അഗസ്റ്റസിന് ശേഷം ഒരുപാട് പേര് വന്നു. ഒരു 14C അദ്ദേഹത്തിന്റെ ഭരണം നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭരണം 14C. അങ്ങനെ അദ്ദേഹത്തിന് ശേഷം അധികാരത്തിൽ കയറിയതിൽ വളരെ കുറച്ച് പേര് നല്ല രീതിയിൽ ഭരിച്ചിട്ടുണ്ട്. അതിൽ നല്ല രീതിയിൽ ഭരിച്ച ഒരു വ്യക്തിയാണ് ക്ലോഡിയസ്. ക്ലോഡിയസ് എന്ന് പറയുന്ന വ്യക്തി 41 BCE to 41 CE to 54 CE. നമ്മുടെ ഇദ്ദേഹത്തിന്റെ അഗസ്റ്റസ് സീസറിന്റെ മരണം നടക്കുന്നത് 14 ACE കേട്ടോ. CE നോട്ട് BCE അല്ല, ACE ആണ്. അദ്ദേഹത്തിന് ശേഷം ക്ലൗഡിയസിന്റെ ഭരണകാലം 14 ACE to 54 ACE ആയിരുന്നു. അദ്ദേഹം ഇതുപോലെ കറപ്ഷൻ ഒന്നും ഇല്ലാത്ത നല്ല റൂളറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ട്രോജൻ തുടങ്ങിയ ആൾക്കാരെ പേരിടൊക്കെ ഉണ്ട്. ഇതിൽ ഈ ഒരു കാലഘട്ടത്തിൽ 41 BCE to 54 CE ശേഷം പിന്നീട് വന്നിട്ടുള്ള കുറച്ച് റൂളേഴ്സ് ഉണ്ടായിരുന്നു. കലിഗുള എന്ന് പറഞ്ഞ റൂളർ ഉണ്ട്, നീരോ എന്ന് പറഞ്ഞ റൂളർ. ഇതിൽ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള റൂളേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പറയുമ്പോൾ കലിഗുള 41 to 54 ACE തന്നെ ഉണ്ടായിരുന്ന ഒരു കലിഗുള എന്ന് പറയുന്ന റൂളർ. ദെൻ നീരോ 54 to 68 ACE ഉണ്ടായിരുന്ന നീരോയും കലിഗുളയും ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള റൂളേഴ്സ് ആയിരുന്നു. വേറെ റൂളേഴ്സ് ഉണ്ട്, വളരെ കുറച്ച് പേര് മാത്രമേ നല്ല രീതിയിൽ ഭരിച്ചിട്ടുള്ളൂ. ഏറ്റവും വേസ്റ്റ് ആണ് നീരോന്റെ ഭരണം എന്ന് പറയുന്നത്. അപ്പം ഇവരൊരു വല്ലാത്തൊരു ടിറനി ആയിരുന്നു ഇവരുടെ പീരീഡ് ജനങ്ങൾക്ക് എന്നാണ് പറയുന്നത്. ലക്ഷൂറിയസ് ലൈഫ് മാത്രം ആസ്വദിച്ച് ഭരണം മൊത്തം കട്ടുമുടിച്ച് അങ്ങനത്തെ ഒരു സിസ്റ്റം ആയിരുന്നു ഇവർക്ക് ഉണ്ടായിരുന്നത്. ഇനി ഇതിന്റെ ഇടയ്ക്ക് വന്നിട്ടുള്ള
മികച്ച റൂളേഴ്സിൽ 5 ഗുഡ് എംപേഴ്സ് ആണ് പിന്നീട് ഹിസ്റ്റോറിയൻസ് രേഖപ്പെടുത്തിയ 5 പ്രധാന റൂളേഴ്സ് ഉണ്ട്. 5 ഗുഡ് എംപറേഴ്സ് 94 ACE മുതൽക്ക് ഭരണത്തിൽ വന്നിട്ടുള്ള 5 ഗുഡ് 180 ACE വരെയുള്ള 5 ഗുഡ് എംപറേഴ്സ് ആരൊക്കെയായിരുന്നു നോക്കിയാൽ നെർവ അദ്ദേഹത്തിന്റെ കാലഘട്ടം 96 to 98 ACE, then Trajan 98 to 117 CE, then Hadrian 117 to 138 ACE, then Antonius Pius 138 to 161 ACE, Marcus Aurelius 161 to 180 ACE. ഇവരൊക്കെ ഒരു കോൺസ്റ്റിറ്റ്യൂഷനെ മതിക്കുകയും ജനങ്ങളെ വിലമതിക്കുകയൊക്കെ ചെയ്യുന്ന 5 ഗുഡ് എംപറേഴ്സ് എന്ന് ഹിസ്റ്റോറിയൻസ് രേഖപ്പെടുത്തിയിട്ടുള്ള റൂളേഴ്സ് ആണ്. അങ്ങനെയുള്ള ഒരു ഭരണമാണ്, മിക്സഡ് ആയിട്ടുള്ള ഭരണമാണ് പിന്നീട് റോമിൽ കാണാൻ സാധിക്കും. ഈ ലേറ്റർ എംപറേഴ്സിന്റെ പലപ്പോഴുള്ള നല്ലതല്ലാത്ത ഭരണമാണ് റോമൻ എംപയറിന്റെ തകർച്ചയ്ക്ക് കാരണമായതെന്നും പറയുന്നുണ്ട്. ദെൻ ലേറ്റർ എംപേഴ്സിന്റെ കാര്യം പറഞ്ഞ് നമുക്ക് പാക്സ് റൊമാന എന്ന് പറയുന്നൊരു പാക്സ് റൊമാന എന്ന് പറഞ്ഞാൽ ലാറ്റിനിൽ പീസ്, റോമൻ പീസ് എന്നാണ് അർത്ഥമാക്കുന്നത്. പാക്സ് റൊമാന മീൻസ് റോമൻ പീസ് ആണ്. അതായത് 27 BCE to 180 ACE എന്ന് പറയുന്ന കാലഘട്ടം ഒരു കുറച്ചും കൂടെ സമാധാനമുള്ളതും സാമ്പത്തികമായിട്ട് ഉയർച്ചയുള്ളതും സാംസ്കാരികമായിട്ട് ഉയർച്ചയുള്ളതുമായിട്ടാണ് കണക്കാക്കുന്നത്. എക്കണോമിക്കലി സാമ്പത്തികമായിട്ട് ഒരുപാട് മേന്മകൾ ഉണ്ടാവുക, സാംസ്കാരികമായിട്ട് ഉയർച്ച ഉണ്ടാവുക, കുറച്ചും കൂടെ പീസ് ഉണ്ടാവുക. ഈ ഒരു കാലഘട്ടമാണ് 27 BCE to 180 ACE റോമിനെ സംബന്ധിച്ചിടത്തോളം. ജനങ്ങൾക്ക് കുറച്ചും കൂടെ സാമൂഹികപരമായിട്ട് സെക്യൂരിറ്റി ഉണ്ടാവുക, അതുപോലെ തന്നെ നീതിന്യായ വ്യവസ്ഥകൾ, ഇന്റർനാഷണൽ ട്രേഡ് ആൻഡ് കൊമേഴ്സ് ആക്ടിവിറ്റീസ്, ടാക്സേഷൻ, മിലിറ്ററി സിസ്റ്റം, ഇതിൻ്റെ ഒക്കെ ഒരു മികച്ച കാലഘട്ടമായിട്ട് ഇതിനെ കണക്കാക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിനെ പറയുന്നതാണ് പാക്സ് റൊമാന എന്നുള്ളത്. അതാണ് പാക്സ് റൊമാന എന്ന് പറഞ്ഞാൽ. പാക്സ് റൊമാന ഒരു ചെറിയൊരു ടൈറ്റിൽ ആണെങ്കിലും അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് കേട്ടോ. ദെൻ ഇനി ആ സമയത്ത് റോമിലെ പ്രധാനപ്പെട്ട ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഒരുപാട് ഫീൽഡുകൾ എങ്ങനെയാണ് മുന്നോട്ട് പോയത്. ആദ്യം നമുക്ക് സ്റ്റോയിസിസം എന്ന് പറയുന്ന ഒരു മേഖല. സ്റ്റോയിസിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പീരീഡ് ഓഫ് സ്റ്റോയിസിസം എന്നൊക്കെ അറിയപ്പെടുന്നു. അതായത് സ്റ്റോയിസിസം കോസ്മോപൊളിറ്റേനിസം എന്ന് പറയുന്ന ഒരു തിയറിയുടെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഒരു പൊളിറ്റിക്കൽ തിയറിയാണ് കോസ്മോപൊളിറ്റേനിസം എന്ന് പറയുന്നത്. അതിനെ മുൻനിർത്തിക്കൊണ്ട് വരുന്ന ഒരു ഭരണമായിരുന്നു സ്റ്റോയിസിസം എന്ന് പറയുന്ന ആ ഒരു പേര് വരുന്നത്. അതെന്ന് പറഞ്ഞാൽ എല്ലാ ജനങ്ങളും തുല്യരാണ് എന്ന് വിശ്വസിക്കുന്നതാണ് കോസ്മോപൊളിറ്റേനിസം എന്ന് പറഞ്ഞത്. അതിപ്പോൾ സമ്പത്തിന്റെ അടിസ്ഥാനത്തിലോ റേസിന്റെ അടിസ്ഥാനത്തിലോ ഈവൻ സിറ്റിസൺഷിപ്പിന്റെ പൗരത്വത്തിന്റെ അടിസ്ഥാനത്തിലോ ഒന്നും ജനങ്ങൾ തമ്മിൽ മാറ്റി നിർത്താൻ പാടില്ല. എല്ലാവരും തുല്യരാണ് എന്നാണ് ആ ഒരു കോസ്മോപൊളിറ്റനിസം എന്ന് പറഞ്ഞൊരു പൊളിറ്റിക്കൽ തിയറിയുടെ അർത്ഥം എന്ന് പറയുന്നത്. ഇതിനെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു കാലഘട്ടത്തിനെയാണ് ഇത് പീരീഡ് ഓഫ് സ്റ്റോയിസിസം എന്ന് പറയുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട എക്സ്പോണൻസ് ആൾക്കാരാണ് സെനക്ക, എപ്സെറ്റ്സ്, മാർക്കസ് തുടങ്ങിയവരൊക്കെ. ദെൻ അടുത്തൊരു ലിറ്ററേച്ചർ മേഖല പറയുമ്പോൾ ലിറ്ററേച്ചറിൽ പ്രധാനമായിട്ടൊരു റൈറ്ററാണ് ഹൊറാസ്. ഹൊറാസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഓഡ്സ് എന്ന് വെച്ചാൽ വാമൊഴിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറെ കഥകളുണ്ടല്ലോ, ഓഡ്സ്, അത് എഴുതിയിട്ടുള്ള വ്യക്തിയാണ് ഹൊറാസ്. ട്രാവലിംഗ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. ദെൻ വെർജിൽ, മറ്റൊരു റൈറ്ററാണ് വെർജിലിന്റെ പ്രധാനപ്പെട്ട വർക്കാണ് എയ്നിഡ്, എയ്നിഡ് എന്ന് പറയുന്ന വർക്ക്. അതായത് റോമൻ ഇമ്പീരിയലിസത്തിന്, റോമിന്റെ സാമ്രാജ്യവൽക്കരണത്തിന് ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് പുകഴ്ത്തിക്കൊണ്ട് എഴുതിയിട്ടുള്ള വർക്കാണ് എയ്നിഡ്. ദെൻ മറ്റു 2 എഴുത്തുകാരാണ് ഒവിഡും ലെവിയും. അതിൽ ലെവി എന്ന് പറഞ്ഞാൽ ഒരു ഹിസ്റ്റോറിയൻ ആണ് ലെവി. അദ്ദേഹത്തിന്റെ പ്രധാന വർക്കാണ് ഹിസ്റ്ററി ഓഫ് റോം. റോമിന്റെ ഹിസ്റ്ററി എഴുതിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ലെവി. ലെവിയുടെ ചരിത്രങ്ങളിൽ നിന്നാണ് ഒരുപാട് റോമൻ ട്രേഡ് ആക്ടിവിറ്റീസിനെ കുറിച്ചൊക്കെയുള്ള വിവരങ്ങൾ കിട്ടുന്നത്. വേറൊന്നാണ് ടാക്റ്റിസിന്റെ വർക്ക്. അതിൽ അദ്ദേഹത്തിന്റെ പ്രധാന വർക്ക്സ് ആണ് ജർമാനിയ, ഹിസ്റ്ററീസ്, പിന്നെ ദ അനാൽസ് എന്നൊക്കെ പറയുന്നത് ടാസിറ്റസിന്റെ. ഈ ടാസിറ്റസിന്റെ ഈ വർക്കുകളിൽ നിന്നും റോമിന്റെ ഒരു ലിറ്ററേച്ചർ അല്ലെങ്കിൽ ഹിസ്റ്ററി ഇതൊക്കെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ദെൻ ആർട്ട് ആൻഡ് ആർക്കിടെക്ചറിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ റോമൻ ആർട്ട് എന്ന് പറഞ്ഞാൽ ഹൈലി ഇൻഫ്ലുവൻസ് ഹെലനിസ്റ്റിക് പീരീഡ്, ഗ്രീസിനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ട്, അതാണ് ഹെലനിസ്റ്റിക് പീരീഡ് എന്ന് പറയുന്നത്. ഹെലനിസ്റ്റിക് ആർട്ടിനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ആർട്ട് വർക്കുകളാണ് റോമിൽ ഉണ്ടാവുന്നത്. ഈ ഹെലനിസ്റ്റിക് കൾച്ചറിനെ അതുപോലെ ഹെലനിസ്റ്റിക് കൾച്ചർ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ കൂടെ തന്നെ റോമിൻ്റെതായിട്ടുള്ള തനതായിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സും കാണാൻ സാധിക്കുമായിരുന്നു.
റോമൻ ആർക്കിടെക്ചറുകൾ അല്ലെങ്കിൽ റോമൻ ആർട്ട് ആൻഡ് ആർക്കിടെക്ചറിന്റെ പ്രധാന ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ പവർ, അധികാരത്തിനെ സിംബലൈസ് ചെയ്യുന്ന ഒന്നായിരിക്കും. പവർ ആൻഡ് ഗ്ലോറി, ഇതിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ വർക്ക്സ് ആണ് അവിടെ നമുക്ക് കൂടുതൽ കാണാൻ സാധിക്കുക. പിന്നെ അതുപോലെ തന്നെ റോമൻ ആർക്കിടെക്ചറിൽ റൗണ്ട് ആർച്ച്, ഡോം എന്ന് വെച്ചാൽ മകുടങ്ങൾ, ഇങ്ങനത്തെ കുറെ ആർക്കിടെക്ചർ രീതികൾ റോമൻ ആർക്കിടെക്ചറിന്റെ ഭാഗമായിട്ടുണ്ട്. ദെൻ അവരുടെ ബിൽഡിങ്സ് എന്നൊക്കെ പറഞ്ഞ് സ്റ്റോൺ ബ്രിക്ക് ഉപയോഗിച്ചിട്ടുണ്ടാവും. ദെൻ സ്ക്വയർ സ്റ്റേപ്പിലുള്ള കല്ലുകൊണ്ടുള്ള ബ്രിക്കുകൾ, കോൺക്രീറ്റ്, ഇതൊക്കെ അവരുടെ ബിൽഡിങ്സിന് കാണാൻ സാധിക്കും. ഇതൊക്കെ ചേർന്നാണ് അവരുടെ ബിൽഡിങ്സ് ആർക്കിടെക്ചറൽ വർക്ക്സ് എന്ന് പറയുന്നത്. ദെൻ സയൻസ് ഫീൽഡ് പറയുകയാണെങ്കിൽ പബ്ലിക് സർവീസിന് വേണ്ടിയിട്ട് ഇപ്പോൾ റോഡ് കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ റോഡ് നിർമ്മാണം തുടങ്ങിയവയൊക്കെ ഉണ്ടായിരുന്നു. റോമൻ എഞ്ചിനീയറിംഗ് പ്രധാനമായിട്ടും പബ്ലിക് സർവീസിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ബ്രിഡ്ജ് ഉണ്ടാക്കുക, റോഡുകൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട സയൻസ് ആയിരുന്നു ട്രാജൻ എന്ന് പറഞ്ഞ ഭരണാധികാരിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള 11 എക്യുഡക്ട്സ് എന്ന് പറയുന്നത്. എന്താണ് 11 എക്യുഡക്ട്സ് എന്ന് പറയുന്നത്? ട്രാജന്റെ ഭരണകാലത്ത് ഉണ്ടായിട്ടുള്ളതാണ്. അതെന്ന് പറഞ്ഞാൽ വെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ്. റോമിന്റെ കുന്നും പ്രദേശത്തിൽ നിന്ന് വെള്ളം എത്തിക്കാനുള്ള ഒരു സംവിധാനത്തിന് അറിയപ്പെട്ടാണ് 11 എക്യുഡക്ട്സ് എന്ന് പറയുന്നത്. ദെൻ അവർക്കൊരു സീവേജ് സിസ്റ്റം, സീവേജ് എന്തിനെങ്കിൽ വേസ്റ്റ് ഒക്കെ കൃത്യമായിട്ട് പോവാൻ, വെള്ളം ഒഴുകി പോവാൻ, ചീത്ത വെള്ളം ഒഴുകി പോവാൻ സീവേജ് സിസ്റ്റം, അങ്ങനെ ഒരു രീതി വളരെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരുന്ന വിഭാഗമായിരുന്നു റോമൻ. അതൊക്കെ റോമൻ സയൻസിന്റെ ഒരു വളർച്ചയായിട്ടാണ് കാണുന്നത്. ദെൻ മെഡിക്കൽ ഫീൽഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു മെഡിക്കൽ എൻസൈക്ലോപീഡിയ റോമിനുണ്ടായിരുന്നു. ഇത് തന്നെയാണ് പ്രധാനപ്പെട്ട സയൻസ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇനി അവിടുത്തെ സൊസൈറ്റി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഒരു പുരുഷ കേന്ദ്രീകൃത സൊസൈറ്റിയാണ് അവിടെ ഉണ്ടായിരുന്നത്. മെയിൽ ഓറിയന്റഡ് ആയിരുന്നു. നമ്മളിപ്പോൾ ഈ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, അതിലൊന്നും സ്ത്രീകൾക്ക് കൃത്യമായിട്ടുള്ളൊരു പങ്ക് എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. സ്ത്രീകൾ ഒരുപാട് പുറന്തള്ളപ്പെട്ട അല്ലെങ്കിൽ ഒട്ടും സാമൂഹ്യപരമായിട്ട് സ്ത്രീക്ക് ഒരു വിലയും കൽപ്പിക്കാത്തൊരു ജനതയായിരുന്നു റോമൻ ജനത എന്ന് പറയുന്നത്. സ്ത്രീകൾക്ക് ഒരു ഗുഡ് സ്റ്റാറ്റസ് സൊസൈറ്റിയിൽ അവർക്ക് ലഭിച്ചിരുന്നില്ല. സ്ത്രീകൾ വീട്ടുജോലി ചെയ്യുക, കുട്ടികളെ വളർത്തുന്നത് മാത്രമായിരുന്നു സ്ത്രീകളുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. സ്ത്രീകൾ അറിയപ്പെട്ടിരുന്ന പോലും പുരുഷന്മാരുടെ പേരിൻ്റെ ഒരു രീതിയിലാണ്. ഇപ്പൊ ജൂലിയസ് പേരിൽ ജൂലിയ എന്നറിയപ്പെടുക, ക്ലൗഡിയസിന്റെ പേരിൽ ക്ലൗഡിയ എന്നറിയപ്പെടുക, അങ്ങനത്തെ ഒരു പേരുകളിലാണ് അവർ അറിയപ്പെട്ടിരുന്ന പോലും. പിന്നെ റോമൻ ജനത ക്രൂവാലിറ്റി എന്താ പറയുക, ക്രൂരമായി പെരുമാറുന്നതിന് വളരെ ഫേമസ് ആയിരുന്നു റോമൻ ജനത. ഏറ്റവും പ്രധാനമായിട്ട് സ്ലേവറിനെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുകയും സ്ലേവറിനെ ഇങ്ങനെ പിന്തുടർച്ചയോടുകൂടെ കൊണ്ടുപോയിരുന്ന ഒരു പിന്തുടർച്ച അവകാശം പോലെ സ്ലേവറി ചാർത്തി കൊടുത്തിരുന്ന ഒരു സമൂഹമാണ് റോം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ മോശമായിട്ടുള്ള ഒരു സാമൂഹിക മെന്റാലിറ്റിയുള്ള മനുഷ്യന്മാർ അവിടെ നിലനിന്നിരുന്നു എന്ന് പറയുന്നുണ്ട്. ദെൻ അവരുടെ ഇന്റർനാഷണൽ ട്രേഡ്, കൊമേഴ്സ് ഇതൊക്കെ ഒരുപാട് വളർന്നിട്ടുണ്ടായിരുന്നു. ട്രേഡ് എന്ന് പറയുന്നത് അറേബ്യ, ഇന്ത്യ, ചൈന ഈ രീതിയിലേക്കൊക്കെ വളർന്നു വന്നിട്ടുള്ളായിരുന്നു അവിടുത്തെ ട്രേഡ് എന്ന് പറയുന്നത്. ശരിക്കും റോമൻ ട്രേഡിന്റെ ഡിക്ലൈൻ ആയിരുന്നു പിന്നീട് വന്ന എന്താ പറയുക ബ്രിട്ടീഷുകാരെയും പോർച്ചുഗീസുകാരുടെയൊക്കെ മറ്റ് സ്ഥലങ്ങൾ തേടിയുള്ള യാത്രയൊക്കെ വന്നത്. റോമിന്റെ ട്രേഡ് കൊണ്ട് പല ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നും അറേബ്യയിൽ നിന്നൊക്കെയുള്ള അറേബ്യ വഴിയാണ് അവർ പോവുക. അപ്പോൾ അറേബ്യൻസിന്റെ ഒരു മേൽനോട്ടത്തിലാണ് അവരുടെ വരവും പോക്കൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഈ ഇന്ത്യയിൽ നിന്നൊക്കെയുള്ള ഒരുപാട് വസ്തുക്കൾ റോമിലേക്ക് എത്തിയിരുന്നു. അപ്പോൾ ഓട്ടോമൻ എംപയറിന്റെ തകർച്ചയ്ക്ക് ശേഷം എന്താവുന്നുണ്ട്, ഈ സാധനങ്ങളൊക്കെ എത്താതെ ആയപ്പോഴാണ് അവര് പുതിയ റൂട്ട് അന്വേഷിച്ചുകൊണ്ട് പല വഴിയിലൂടെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലേക്ക് എത്തുകയും ഇവിടെ കൈയടക്കുകയും കോളനിയാക്കുകയും അങ്ങനെ കൊളോണിയലിസം എന്ന് പറഞ്ഞ പുതിയ സംഭവം ഏഷ്യൻ രാജ്യങ്ങളിൽ തുടങ്ങുകയൊക്കെ ചെയ്യുന്നത് ഈ ഒരു ഒട്ടോമൻ എംപയർ ഇതിന് ശേഷം ഈ റോമൻ എംപയറിന്റെ ഓരോ ഘട്ടത്തിലുള്ള തകർച്ചയ്ക്കൊക്കെ ശേഷമായിരുന്നു. അപ്പോൾ ട്രേഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ ഒരുപാട് റോമിനായിട്ട് ട്രേഡ് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു തെളിയിക്കുന്ന ഒരുപാട് വസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ട് ചൈനയിലായിട്ട്. അപ്പോൾ അത്രയും ട്രേഡ് റിലേഷൻസ് പണ്ട് മുതൽക്കേ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് റോം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ട്രേഡ് ആക്ടിവിറ്റീസിന് വളരെ ഇന്റർനാഷണൽ ട്രേഡിന് വളരെ ഫേമസ് ആയിരുന്നു റോം. ദെൻ അവിടുത്തെ നിയമം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു 12 ടേബിൾസ്, അതായത് അവിടുത്തെ നിയമങ്ങൾ എഴുതി വെച്ചിട്ടുള്ള ഒരു ഫസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് 450 BC 12 ടേബിൾസ് വരുന്നത്. ഈ 12 ടേബിൾസിന്റെ അതിലേക്ക് കൂട്ടിയിട്ട് അതിൻ്റെ ഒരു വളർച്ചയാണ് റോമൻ നിയമങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട സിസ്റ്റം എന്ന് പറയുന്നത്.
ഇനി നമ്മൾ ഈ റോമൻ എംപയറിന്റെ ഒരു അവസാനം എന്നൊക്കെ പറയുമ്പോൾ നല്ല റൂളേഴ്സിൽ അവസാനത്തത് മാർക്കസ് ആയിരുന്നു. മാർക്കസിന് ശേഷം പിന്നീട് നല്ല റൂളേഴ്സ് ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ റോമൻ എംപയറിൽ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും വഴക്കൊക്കെ ആയിട്ട് അവിടെ ഒരു സിവിൽ വാർ, ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെടുന്നു. ആഭ്യന്തര കലാപത്തിന് ശേഷം ഒരു സാമ്രാജ്യത്തിന് തകർച്ച ഉണ്ടായെന്നാണ് വിലയിരുത്തുന്നത്. അപ്പൊ ഇത്രയാണ് റോമൻ എംപയറിന്റെ ഒരു എന്താ പറയുക മെയിൻ കാലഘട്ടം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റോമൻ എംപയർ എന്ന് പറയുന്ന ഒരു സംവിധാനം വരുന്നത് ഈ ശരിക്കും റോമൻ എംപയറിൽ കുറേ റൂളേഴ്സ് അവരുടെ പ്രവർത്തനങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അപ്പൊ നമ്മളിതിൽ മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് സീസർ, അഗസ്റ്റസ് സീസർ, ജൂലിയസ് സീസർ, അഗസ്റ്റസ് സീസർ, മാർക്ക് ആന്റണി തുടങ്ങിയ കുറച്ച് ആൾക്കാരുടെ കാര്യങ്ങൾ മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട അവരുടേതായിട്ടുള്ള ആ ഒരു പ്രധാന കാര്യങ്ങളും അതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇതാണ് നമുക്ക് പഠിക്കാനുള്ള റോമൻ എംപയറിന്റെ ഒരു മെയിൻ പാർട്ട്, റൈസ് ഓഫ് റോമൻ എംപയർ എന്ന് പറയുന്ന ഭാഗം. ഓക്കെ, താങ്ക് യു.